ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഇന്നലെ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് കാര്യങ്ങളൊക്കെ നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ GBP USD ഗോൾഡിലും ആയിരുന്നു നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും ഓൾമോസ്റ്റ് അത്യാവശ്യം ഒരു 1:3 എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് വിച്ച് മീൻസ് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ USD നമ്മൾ പ്രോപ്പർ ഒരു സെറ്റപ്പ് അല്ല, അത്യാവശ്യം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അതുപോലെ തന്നെ ആയും ചെയ്തു. മാർക്കറ്റ് അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ഗോൾഡിൽ അതുപോലെ തന്നെ GBP USD മാർക്കറ്റിൽ നല്ല എൻട്രീസ് തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ ചെറിയ ചെറിയ വോളിയം കുറവായതുകൊണ്ട് തന്നെ ഡിസംബർ ലാസ്റ്റ് വീക്ക് ഒക്കെ ആയതുകൊണ്ട് തന്നെ വലിയ റിവാർഡിലോട്ടൊന്നും മാർക്കറ്റ് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ടോ? ഞാനത് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗോൾഡിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയ, ഒരു ഏരിയയിൽ നിന്ന് ഒരു ബൈ സൈഡ് എൻട്രി പോകുന്നുള്ളതായിരുന്നു അല്ലെ. ക്ലിയർലി നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇവിടുന്ന് മാർക്കറ്റ് എത്ര പിപ്സോളം പോയിട്ടുണ്ട്, ഒരു 4000 പിപ്സോളം എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. അറൗണ്ട് ഒരു 4000 പിപ്സോളം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ ഇത് ശരിക്ക് നമ്മളെ അസംഷൻ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഫോർകാസ്റ്റിംഗ് പ്രകാരം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്, എക്സ്പാൻഷൻ ചെയ്തു, പുൾ ബാക്ക് ചെയ്യാണ്, എക്സ്ട്രീം ലെവലിൽ നിന്ന് എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട്, ഏഷ്യൻ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം, പുതിയ ഹൈ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഒന്ന്, മാർക്കറ്റ് ഗോൾഡ് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്, പിന്നെ ഡിസംബർ ആണ്, അപ്പൊ മേ ബി മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ വരാം. അല്ല, ഇവിടെ ഇന്നലെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ഏരിയനെ വരെ ഒന്നുകൊണ്ട് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. അപ്പൊ ഡയറക്റ്റ് എൻട്രി കയറിയ ആൾക്കാർക്കൊക്കെ നമുക്ക് ഇന്നലെ അവിടെ പണി കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇത് വലിയ ഏരിയസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് എൻട്രി കയറൂല. നമ്മൾ മീഡിയം റിസ്ക് എൻട്രീസ് ഒക്കെയാണ് എന്ത് ചെയ്യുക, കയറുക. കൺഫർമേഷൻ എൻട്രീസ് ആണ് കയറുക. കൺഫർമേഷൻ എൻട്രി കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 1:6 ആ ലെവലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവാർഡിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മിനിറ്റിൽ ഇന്നലെ ഇവിടുന്ന് കയറിയത് ഇതായിരുന്നു നമ്മളെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു, ഈ ഒരു ലിക്വിഡിറ്റിയും കൂടെ ഇവിടെ സ്വീപ്പ് ചെയ്തു അല്ലെ. അതായത് മാർക്കറ്റിന് ഇവിടെ നിന്നുള്ള ഫണ്ട് ഇനഫ് ആവാത്തത് കൊണ്ട് മാർക്കറ്റ് ഈ ഒരു ലോ എന്ന് പറഞ്ഞ ഈ ലിക്വിഡിറ്റിയും കൂടി സ്വീപ്പ് ചെയ്തു. ഇവിടെ നിന്നുള്ള ഓർഡേഴ്സും കൂടെ എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് തിരിച്ച് എക്സ്പാൻഷനിലോട്ട് പോയത് അല്ലെ. അവിടെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഇവിടെ ഈ ഒരു 1 മിനിറ്റിന്റെ ഇംബാലൻസ് ഫോം ആയി അല്ലെ. 1 മിനിറ്റിന്റെ ഇംബാലൻസ് ഫോം ആയി. നമ്മൾ നേരെ എന്ത് ചെയ്തു, ഈ ഒരു ഇംബാലൻസുമ്പോൾ തന്നെ എന്ത് ചെയ്തു, ട്രേഡ് നോക്കി. അതായത് ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇംബാലൻസ് ആക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്താക്കിയിട്ട് എടുക്കാം, ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്കൊരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള ലെവലിൽ കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. ഇതിൽ നിന്ന് ക്ലിയർലി എന്ത് ചെയ്തു, എൻട്രി എടുത്തു. നമ്മൾ ഒരു 34 അല്ലെങ്കിൽ 35 പോയിന്റ് ഒക്കെയാണ് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. ദെൻ 1000 പിപ്സ് ആണ് എപ്പോഴും നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു 1:3 റൗണ്ട് ആക്കി കഴിഞ്ഞാൽ തന്നെ ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം എന്ത് ചെയ്തു, നമ്മളെ ടാർഗറ്റ് എന്ത് ചെയ്തു, ഹിറ്റായി അല്ലെ. അതും കഴിഞ്ഞ് മാർക്കറ്റ് ഓൾമോസ്റ്റ് 4000 പിപ്സ് അല്ലെ. ബാക്കി ചില ആളുകളൊക്കെ ബ്രേക്ക് ഇവൺ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അവർക്കൊക്കെ അത്യാവശ്യത്തിന് റിവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 1:8 എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു 100 പിപ്സ് അല്ലെങ്കിൽ ഒരു 1000 ടിക്സ് ഒക്കെയാണ് എന്ത് ചെയ്യുക, എപ്പോഴും ഗോൾഡിൽ ടാർഗറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഗോൾഡിൽ നമുക്ക് ഇന്നലെ ഇവിടെ പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഗോൾഡിൽ ഇന്നലെ പ്രോഫിറ്റ് ആയവരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് എത്രയാണ് നിങ്ങൾ റിവാർഡ് പ്രോഫിറ്റ് ആക്കി എടുത്തത് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് 1:3 ആണെങ്കിൽ 1:3 TP ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാലോ എത്രത്തോളം ആളുകൾ അത് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ഗോൾഡിൽ ഇന്നലത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന മാർക്കറ്റിൽ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ എന്തായാലും ഈ ഒരു ഡിസ്കൗണ്ടിന്റെ ഏരിയ വരെയെങ്കിലും ഞാൻ മാർക്കറ്റ് പോകുന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അതിനുള്ള ഫണ്ട് ഒന്നും ഇല്ല ഇവിടുന്ന്, വോളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു മൂവ്മെന്റ് തന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് തിരിച്ച് റിവേഴ്സൽ ആയി. പിന്നെ നല്ലൊരു ക്രാഷ് ആണ്, നല്ലൊരു സെല്ലിംഗ് മൊമെന്റ് ആണ് തന്നത്. ഓൾറെഡി ഇവിടുന്ന് ഇന്റർണൽസ് എടുത്ത് ഇങ്ങനെ വരികയാണ് അല്ല. ഇന്റർണൽസ് എടുത്ത് വരുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും ഒന്നും കൂടെ റീതിങ്ക് ചെയ്യണം. മാർക്കറ്റ് ചിലപ്പോൾ ആ ഡയറക്ഷനിലോട്ട് പോകാനാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ആ ഡയറക്ഷനിൽ പോകാനാണ് മാർക്കറ്റ് ചാൻസസ് കൂടുതൽ അല്ലെ. ഗോൾഡിൽ ഇന്നലെ നമുക്ക് 1:3 ആണ്. ഗോൾഡിൽ ട്രേഡ് എടുത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇന്ന് പിന്നെ മാർക്കറ്റ് നോക്കുന്ന ടൈമിൽ ഇന്നലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ലോൺ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി മാർക്കറ്റ് എന്തായിരുന്നു, ട്രെൻഡ് റിവേഴ്സൽ ആയി. അപ്പ് ട്രെൻഡിലോട്ട് ഡൗൺ ട്രെൻഡിലോട്ട് എന്ത് ചെയ്തു, റിവേഴ്സ് വന്നു. ഓക്കെ, ഇപ്പൊ നമ്മളെ ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് അല്ലെ. സ്വിംഗ് ഹൈ ഒരു ലിക്വിഡിറ്റി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളെ സ്വിംഗ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്. നമുക്കറിയാം പ്രോപ്പർ ഒരു ഏരിയ ഇല്ല അവിടെ അല്ലെ. ഒരു പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് സ്ട്രക്ചർ കാര്യങ്ങളൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് പോകുന്ന മൂവ്മെന്റ് തന്നെ കൗണ്ടർ ആണ്. അത് കറക്റ്റീവ് ആയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എന്റെ ഒരു ആസ്പെക്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് ഒരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. മാർക്കറ്റ് എന്ത് ചെയ്യണം, ഒന്ന് മൂവ് ചെയ്യണം. ഓക്കെ, മൂവ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ഒരു ഇന്റർണൽ ചേഞ്ച് ഒക്കെ നല്ല രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇന്റർണൽസിനെ ട്രസ്റ്റ് ചെയ്ത് ലോവർ ടൈം ഫ്രെയിം ആ 15 മിനിറ്റിന്റെ റേഞ്ചിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, 1 മിനിറ്റിലൊക്കെ ചെറിയ ഇതുവരെയൊക്കെ ഒരു ബൈ സൈഡ് എൻട്രി നോക്കാം. ഇന്റർണൽ സ്ട്രക്ചർ, അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഒന്ന് ലിക്വിഡിറ്റീസ് ഒക്കെ ഫോം ചെയ്ത് ഇങ്ങനെയൊക്കെ ഒരു സ്ട്രക്ചർ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ, അപ്സൈഡൊക്കെയുള്ള ഒരു ഇന്റർണൽ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രക്ചറിന് ഇന്റർണലിന് എന്ത് ചെയ്യാം, 15 മിനിറ്റിന്റെ സ്ട്രക്ചറിന് എന്ത് ചെയ്യാം, ഇതുപോലെ ട്രേഡിംഗ് റേഞ്ച് ആക്കി
1 മിനിറ്റിലുള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, പ്രോപ്പർ ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 15 മിനിറ്റ് നമ്മൾ എന്താണോ ചെയ്യുന്നത് സെയിം സാധനം നമ്മൾ എന്ത് ചെയ്യാം 15, ഇപ്പൊ നമ്മൾ 4 അവർ ടു 15 മിനിറ്റാണ് ചെയ്യുന്നത്, ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം 15 മിനിറ്റ് ടു 1 മിനിറ്റ് ചെയ്യാം അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ റേഞ്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, പക്ഷെ അത് കുറച്ച് അഗ്രസീവ് ആകും, റിസ്കി ആണ്, റിസ്ക് കുറച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇപ്പൊ ഗോൾഡിൽ ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത്. കാരണം മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു ഏരിയ ആണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ കാണുന്നില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യാം നമുക്ക്, മേ ബി ചിലപ്പോൾ ന്യൂയോർക്ക് ഒക്കെ ആകുമ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്യാം നല്ലൊരു ഏരിയാസ് ഒക്കെ ഫോം ചെയ്യാം. സോ ഇതാണ് ഗോൾഡിന്റെ പ്ലാൻ. GBP/USD നമ്മൾ ഈ ഒരു ഏരിയ ആയിരുന്നു ഇന്നലെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലിയർലി അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് എക്സാക്ട്ലി എടുത്തിട്ട് ഒരു 1:3 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിറ്റ് ആയിട്ടുണ്ട് അല്ലെ. എപ്പോഴും ആ ട്രേഡ് റണ്ണിങ് ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും, ബ്രേക്ക് സ്ട്രക്ചർ ആവുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ടൈമിൽ ഇന്നത്തെ ട്രേഡ് നമുക്ക് 1:3 ആണ്. അപ്പോൾ ആരൊക്കെ GBP/USD ട്രേഡ് എടുത്ത് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് കമന്റ് ചെയ്യാം. ഗോൾഡിൽ എടുത്തവരും കമന്റ് ചെയ്യാം, GBP എടുത്തവരും കമന്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഒരു ബൈയിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം ഇതൊരു ചെറിയ ഏരിയ ആണ്, കുറച്ച് റിസ്കി ആണ്. അപ്പോൾ കൺഫർമേഷൻ എൻട്രി, മീഡിയം റിസ്ക് എൻട്രിയോ ലോ റിസ്ക് എൻട്രിയോ മാത്രം എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യുക. ഇവിടെ ഏഷ്യന്റെ ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, ദെൻ ഇവിടെ ഉള്ള ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇത് രണ്ടും നമ്മൾ ലിക്വിഡിറ്റി ആക്കി എടുത്തിട്ട് ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യുക. നല്ലൊരു ഇംബാലൻസ് ഉള്ള നല്ലൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിനെ റിഫൈൻ ചെയ്ത് ഡയറക്റ്റ് എൻട്രി കയറാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാരണം നമുക്കറിയാം ഇവിടെ നിന്നുള്ള മച്ച് ഇനഫ് ഫണ്ട് ഒന്നും കിട്ടാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കി ചിലപ്പോൾ ഈ ഒരു ഏരിയ തന്നെ ഇത് എന്ത് ചെയ്യാം വൈപ്പ് ഔട്ട് ചെയ്യാം. വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് നിന്നായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം കയറി പോകാം. അപ്പോൾ ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ മീഡിയം റിസ്ക് എൻട്രിയോ ലോ റിസ്ക് എൻട്രിയോ മാത്രം നോക്കുക, ഡയറക്റ്റ് എൻട്രി മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഓക്കെ, അപ്പൊ GBP/USD ആണ്. ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് പോകുന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എന്താ മാർക്കറ്റിൽ വരുന്നുള്ളത്. കാരണം നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി 110% 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല. മേ ബി എന്താവാം, റിവേഴ്സ് അടിച്ച് താഴത്തോട്ട് വരാം. ഓക്കെ, അപ്പൊ അത് മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസിഷൻസ് കാര്യങ്ങൾ മേക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് അപ്പൊ GBP/USD. അപ്പോൾ ഗോൾഡ് നമ്മൾ നോക്കി, അതുപോലെ തന്നെ GBP/USD നോക്കി, then EUR/USD. EUR/USD പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. കണ്ടോ, മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മൂവ്മെന്റിൽ ഇങ്ങനെ താഴത്തോട്ട് വരികയാണ്. നമ്മുടെ ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ദെൻ ഈ ഒരു ലിക്വിഡിറ്റീസിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നും കൂടെ മാർക്കറ്റ് വരട്ടെ. ഓക്കെ, അപ്സൈഡിക്ക് ഒരു ഡയറക്ഷൻ തരട്ടെ. അതേപോലെ ഒരു ഇന്റർണൽസ് തന്നു കഴിഞ്ഞാൽ മതി, മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയാൽ മതി. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഇന്റർണൽസിനെ പിടിച്ച് സെല്ലിംഗ് മൊമെന്റം പിടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ വരാം, അത് കുറച്ച് കൗണ്ടർ ആണ്. അപ്പൊ അതിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പോകണ്ട. ഇവിടെ ഒരു ഇന്റർണൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണട്ടെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് GBP/USD അതുപോലെ തന്നെ ഗോൾഡിലും ആണ് നമ്മളെ ട്രേഡിംഗ് പ്ലാൻസ് കാണുന്നത്. അപ്പൊ അത്ര പ്രോപ്പർ അല്ല, കൺഫർമേഷൻ എൻട്രീസ് മാത്രം ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നലെ ആരൊക്കെയാണ് ട്രേഡ് എടുത്ത കാര്യങ്ങളൊക്കെ, അവരുടെ റിവാർഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് എടുത്ത ആളുകളൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം. ദെൻ ഇന്ന് നമ്മളെ പ്ലാനിങ്സ് അത്ര പ്രോപ്പർ പ്ലാനിങ്സ് ആയിട്ട് തോന്നുന്നില്ല. കാരണം മേ ബി മാർക്കറ്റിൽ എന്തായാലും മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വരും. കാരണം മാർക്കറ്റ് മൂവ് ആവുന്നതിനനുസരിച്ച്, സ്ട്രക്ചർ ബിൽഡ് ആവുന്നതിനനുസരിച്ച് പ്ലാനിൽ മാറ്റം വരുത്തേണ്ടി വരും. പക്ഷെ ഇപ്പൊ കറന്റ് ഇതാണ് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇതാണ് ഒരു ഫ്ലോ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ അനാലിസിസ് കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ടൈമിൽ എന്താണോ മാർക്കറ്റിന്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ബിഹേവിയർ, മാർക്കറ്റിന്റെ നേച്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ അത് ബേസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ ഇത് ബ്ലൈൻഡ്ലി പോയിട്ട് എന്ത് ചെയ്യണ്ട, കോപ്പി പേസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ അനാലിസിസ് കൂടെ ചെയ്യുക, ഇതൊരു റെഫറൻസ് ആക്കിയിട്ട് മാത്രം എടുക്കുക. ഓക്കെ, സോ നോക്കാം നമുക്ക് നാളെ എങ്ങനെയാണ് നമ്മളെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.